നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. മാർച്ച് 15 പുലർച്ചെ 1:08 സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ രാശിമാറ്റത്തിലൂടെ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും രാശിമാറ്റത്തിലൂടെ ഉള്ള ഫലങ്ങളും പരിശോധിക്കാം. മാധവാചാര്യരുടെ മാധവീയത്തിലെ ആയഭ്രാതൃ ദിശതുപഗതൗ സ്ഥാനമാനാദിലാഭം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലും ഭൗമോ ഭംഗം ദിശതി ദശമേ കർമ്മസിദ്ധിം ദിനേശഃ എന്നവസാനിക്കുന്ന ആ ശ്ലോകത്തിലെ വരിയിലും ആദിത്യൻ ഗോചരവശാൽ ചില രാശികളിൽ നിന്നാൽ ഗുണാനുഭവങ്ങൾ വളരെയധികം ലഭിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഈ ശ്ലോകത്തിൽ പറയുന്നത് ജന്മരാശിയുടെ 3-ാമിടത്തും 6-ാമിടത്തും 11-ാമിടത്തും ആദിത്യനോ കുജനോ നിൽക്കുന്ന കാലം സ്ഥാനലാഭം, മാനലാഭം, സുഖം മുതലായ ഗുണഫലങ്ങൾ സിദ്ധിക്കുമെന്ന്. കൂടാതെ 10-ാമിടത്ത് ആദിത്യൻ നിന്നാൽ കാര്യസിദ്ധിയും ഫലമാകുന്നു. ഇതനുസരിച്ച് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതെന്ന് നോക്കാം. കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് സൂര്യൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെയധികം നല്ല അനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത്. ഈ കൂറുകാരുടെ 11-ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആദിത്യൻ ജന്മരാശിയുടെ 11-ാമിടത്ത് കൂടി സഞ്ചരിച്ചാൽ സ്ഥാനലാഭം സിദ്ധിക്കുന്നതായിരിക്കും. അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അധികാരങ്ങളിലൂടെ ലാഭവും സ്ഥാനാദി ലാഭവും ഐശ്വര്യവും രോഗനാശവും ശുഭകർമ്മങ്ങൾ ഫലിക്കുകയും ഫലങ്ങളാകുന്നു. അടുത്തത് മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്കും ഈ സൂര്യൻ്റെ ഈ രാശി മാറ്റത്തോടുകൂടി വളരെയധികം ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ 10-ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 10-ാമിടത്ത് കൂടി സൂര്യൻ ചാരവശാൽ സഞ്ചരിച്ചാൽ കാര്യസിദ്ധിയും എല്ലായിടത്തും വിജയവും കർമ്മങ്ങൾ സാധിക്കുകയും ഫലങ്ങളാകുന്നു. അതായത് ഈ നക്ഷത്രക്കാർ ഏതു മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ വളരെയധികം വിജയം കൈവരിക്കുവാൻ സാധിക്കുമെന്നും ഏതു കാര്യത്തിലാണോ ഏർപ്പെടുന്നത് ആ കാര്യങ്ങളിൽ എല്ലാം തന്നെ വിജയം കൈവരിക്കുകയും എന്നർത്ഥമാകുന്നു. അടുത്തത് ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരാകുന്നു. ഈ കൂറുകാരുടെ 6-ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 6-ാമിടത്ത് കൂടി സൂര്യൻ ചാരവശാൽ സഞ്ചരിച്ചാൽ രോഗങ്ങൾക്കും ദുഃഖത്തിനും ശത്രുവിനും നാശമാകുന്നു, മാനലാഭവും ഫലങ്ങളാകുന്നു. അതായത് ഈ നക്ഷത്രക്കാർക്ക് അഭിമാനിക്കത്തക്ക രീതിയിലുള്ള വിജയങ്ങളും ശത്രുക്കളിന്മേൽ വിജയവും ആരോഗ്യം നല്ല തൃപ്തികരമായിട്ടുള്ള അവസ്ഥയിലും വളരെ സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങളും വന്നു ചേരും എന്നതാകുന്നു ഫലങ്ങൾ. അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരാകുന്നു. ഈ സൂര്യൻ്റെ രാശിമാറ്റത്തോടുകൂടി നല്ല അനുഭവങ്ങൾ വരുവാൻ പോകുന്ന നക്ഷത്രക്കാർ. ഈ കൂറുകാരുടെ 3-ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 3-ാമിടത്ത് കൂടി സൂര്യൻ ചാരവശാൽ സഞ്ചരിച്ചാൽ സ്ഥാനലാഭവും ശത്രുനാശവും ധനവൃദ്ധിയും ആരോഗ്യവും ഫലങ്ങളാകുന്നു. അതായത് ധനനേട്ടം, നല്ല ആരോഗ്യം, രോഗങ്ങൾക്ക് ശമനം, സ്ഥാനാന്തര പ്രാപ്തിയും ഫലങ്ങളാകുന്നു. ജോലിക്കയറ്റത്തിനും അതുപോലെ സർക്കാർ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളും എല്ലാം തന്നെ അനുഭവത്തിൽ വരുന്നതായിരിക്കും.
ഇങ്ങനെ ഇടവക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും മകരക്കൂറുകാർക്കുമാണ് ഈ സൂര്യൻ്റെ രാശിമാറ്റത്തിലൂടെ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നത്. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ മീനമാസത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.